നമ്മൾ മാമലാണ്ടത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. നമുക്കിവിടുന്ന് രണ്ട് രീതിക്ക് തിരിച്ചു പോവാം. ഒന്ന് വന്ന വഴി തന്നെ നമുക്ക് തട്ടേക്കാട് കൂടി തിരിച്ചു പോവാം, അതല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് നേര്യമംഗലം കൂടി തിരിച്ചു പോവാം. മാമലാണ്ടത്ത് നിന്ന് നേര്യമംഗലത്തോട്ട് ഒരു വഴിയുണ്ട്. അതായത് നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ കുറച്ച് താഴെയായിട്ട് നമ്മൾ ചെന്ന് കയറും. അവിടുന്ന് പിന്നെ നേര്യമംഗലം പാലം കയറി നമുക്ക് തിരിച്ച് കോതമംഗലം ആ ഒരു സൈഡെല്ലാം നമുക്ക് പോകാൻ പറ്റും. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു വന്നത്. കാരണം നേര്യമംഗലം റോഡ് അവിടെ കുറച്ച് റോഡ് പണികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വന്ന വഴി തന്നെ ഒന്ന് ഡൗൺ ഹില്ല് ചെയ്യാമെന്ന് വെച്ചു. ഒന്നുമില്ലെങ്കിൽ ഈ കയറ്റമൊക്കെ ഇത്രയും ചവിട്ടി കയറ്റിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ ഹിൽ എക്സ്പീരിയൻസ് കൂടെ ഒന്ന് നോക്കാമെന്ന് വെച്ചു. പിന്നെ റോഡ് ഞാൻ പറഞ്ഞല്ലോ, വന്നപ്പോൾ തന്നെ ഒരു കുറച്ചൊരു മോശം കണ്ടീഷനാണ്. അതുകൊണ്ട് നമുക്ക് നോർമലി ഒരു അത്രയും സ്പീഡിലൊന്നും ഡൗൺ ഹില്ല് ചെയ്യാൻ പറ്റത്തില്ല. അത് സൈക്കിളിന് ഒത്തിരി കേടുപാടുകൾ പറ്റും. കാരണം നല്ല കട്ടിങ്ങുകൾ ഒത്തിരി വരുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ നമ്മുടെ കൺട്രോൾ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മീഡിയം സ്പീഡിൽ തിരിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷേ നല്ല തണലുണ്ടായിരുന്നു. ഇത്രയും നട്ടുച്ചയാണെങ്കിലും ഈ ഒരു മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഫോറസ്റ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് കുട്ടമ്പുഴ ചെന്നിട്ട് ഫുഡും കഴിച്ചിട്ട് തിരിച്ചു പോകാനാണ്. നമ്മൾ വന്ന വഴിക്ക് ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു ഏരിയ കാണിച്ചായിരുന്നു, തട്ടേക്കാട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങണം. ഡാമിൽ വെള്ളമില്ലാത്തപ്പോൾ ഫോം ആവുന്ന ഒരു ഏരിയ ആണ് അവിടെ. അപ്പോൾ അവിടെ നമ്മൾ കാണുമ്പോൾ പുൽമേടാണെങ്കിലും നല്ല ചെളിയുണ്ട്. ഈ ഡാമിലെ വെള്ളം ഇറങ്ങിയതായതുകൊണ്ട് തന്നെ നല്ല ചെളിയുണ്ട്. അപ്പോൾ ഒത്തിരി മഴയാണെ അവിടെ നമുക്ക് ഇറക്കാൻ പാടായിരിക്കും. എനിവേ നമ്മുടെ കയ്യിൽ ഇന്നൊരു MTB ഉണ്ട്. അപ്പം ദേവൻ കഴിഞ്ഞ ആഴ്ച അവിടെ ഒന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് സൈക്കിളൊന്ന് ഇറക്കി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഒന്ന് ചെറിയൊരു ഓഫ് റോഡിങ്, ഒരു കട്ട ഓഫ് റോഡിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ഔട്ട് ചെയ്യാനാണ്. ഞാനങ്ങനെ ഒത്തിരി ഓഫ് ടെറൈൻസിൽ ഓടിച്ചിട്ടില്ല. അപ്പം എന്തായാലും MTB നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് ഓർത്താണ്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഒത്തിരി സമയം എടുത്ത് 1-2 മണിക്കൂർ എടുത്ത് ചവിട്ടിക്കയറ്റിയ കയറ്റങ്ങൾ മൊത്തം തിരിച്ച് നമുക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കൊണ്ട് തിരിച്ചിറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ റോഡും കൂടെ കുറച്ചും കൂടെ നല്ലതായിരുന്നു, പെട്ടെന്ന് എത്തിയാനെ. ഇനി ടൂറിസ്റ്റുകൾ അത്യാവശ്യം തന്നെ ഉണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ജംഗിൾ സഫാരിയുടെ ബസ്സൊക്കെ നേരത്തെ തന്നെ പാസ് ചെയ്ത് പോയായിരുന്നു. ഒരു 1 ഡേ ട്രിപ്പൊക്കെ എറണാകുളത്തുനിന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കോതമംഗലം അറൗണ്ടുള്ള ഏരിയ. നമുക്കിപ്പം ഈ ഒരു മാമലകണ്ടം റൂട്ടുണ്ട്, തട്ടേക്കാടുണ്ട്, പൂയംകുട്ടിയുണ്ട്, അതുപോലെ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, ഇഞ്ചത്തൊട്ടി. അപ്പോൾ കുറച്ച് രാവിലെ പോരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് വൈകിട്ടത്തേക്ക് തിരിച്ചു പോരാം. പിന്നെ ഈ വഴി മൂന്നാർ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മൂന്നാർ പോയിട്ട് തിരിച്ചു വരുമ്പം നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന്, ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഈ ഒരു മാമലകണ്ടം എത്തി ഇങ്ങനെ തിരിച്ച് എറണാകുളം പോകുന്നവരുണ്ട്. അപ്പം കുറച്ച് എനിക്കൊന്ന് 2 വീലറിനാണ് കുറച്ചും കൂടി ഈ ഒരു റൂട്ട് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ. ബൈക്കിനും സൈക്കിളിനൊക്കെയാണ് നമുക്ക് ആ ഒരു റിയൽ ഫീല് കിട്ടത്തുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ.
ഈ പാലത്തിന്റെ അവിടെ ഒന്ന് ഫ്രഷ് ആവാൻ നിർത്തിയായിരുന്നു. നല്ല ക്ലീൻ വെള്ളം കേട്ടോ, നല്ല പ്യുവർ ആയിട്ടുള്ള വെള്ളം. സൈക്കിളൊക്കെ നല്ല ചെളിയായിരുന്നു, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കഴുകി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മൊത്തത്തിൽ ഒന്ന് ആശ്വാസമായി, കാരണം വെള്ളത്തിന് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ മുഖമൊക്കെ ഒന്ന് കഴുകി മൊത്തത്തിൽ ഒന്ന് ഫ്രഷപ്പായി. ഇനിയിപ്പോൾ ഇവിടുന്ന് കുട്ടമ്പുഴയ്ക്ക് അധികം ദൂരമില്ല. കുട്ടമ്പുഴയിൽ പോയി നമ്മൾ രാവിലെ ആ കഴിച്ച കടയിൽ നിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ ലഞ്ചും കഴിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അവിടെ നിന്ന് വലിയ ദൂരമില്ല തട്ടേക്കാട്. അപ്പോൾ തട്ടേക്കാടും കൂടെ ഇറങ്ങിയിട്ട് നമ്മളിന്ന് റിട്ടേൺ ആണ്. ഇതിന് വേറെ കാഴ്ചകളൊന്നും ഇല്ല. നമ്മൾ മെയിനായിട്ട് ഇനി തട്ടേക്കാടാണ് നമ്മുടെ മെയിൻ. Of course. പോവാ പമ്പയിലേക്ക് ഇറങ്ങി പോവാമെന്നാണ് കഴിയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. പമ്പാറാണെങ്കിൽ പോയിട്ട് വേണം തോന്നാം. കാരണം എയർപോർട്ട് റൈഡേഴ്സ് ജ്യോതിഷും സലീമൊക്കെ പോയതാണ്. ആരാ? എവിടെ നിന്ന് തുടങ്ങി? അങ്കമാലിയിൽ നിന്ന് തുടങ്ങി. ഒത്തിരി നേരത്തെ പോയി കാണുമല്ലോ. ഫുൾ ഡേ ആയിരിക്കും. പത്തനംതിട്ട ഇപ്പോൾ അവരെങ്ങനെ പോയി? തിരുവല്ല ചെന്നിട്ട് കോട്ടയം പേട്ട അങ്ങനെ പോയോ? അല്ല, ഈരാറ്റുപേട്ട റൂട്ട് പോയോ? റാന്നി നമ്മൾ തട്ടേക്കാട് എത്തിയോട്ടെ. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, വണ്ടികളൊക്കെ കുറെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പാടങ്ങൾ പോലെ ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാം. അപ്പം നമുക്ക് സൈക്കിൾ ഇവിടെ നിന്ന് താഴോട്ട് ഇറക്കണം. അപ്പം പ്രോപ്പർ വഴിയൊന്നുമില്ല. ആദ്യം ഒരാൾ ഇറങ്ങിയിട്ട് ഇറക്കി കൊടുക്കണം.
പിന്നെ നമ്മളിത് ഓടിച്ച് കുറച്ച് അപ്പുറത്തോട്ട്, നമ്മൾ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ മൊത്തം കാണാൻ പറ്റത്തില്ല, കുറച്ച് അങ്ങോട്ട് ഓടിച്ചു പോകണം. ഇത് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടല്ലേ? ആണോ? ഓക്കെ ഓക്കെ യെസ്. കുപ്പിച്ചിലുണ്ടോ? നോക്കിയാ കുപ്പിച്ചിൽ കുപ്പിച്ചിൽ. കട്ടിങ് ആണല്ലോ, ചാടിപ്പിക്കടാ. ജമ്പ് ചെയ്യിപ്പിക്കടാ. ഇവിടെ കൊല്ല ആനയുണ്ടോടെ?
അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഓഫ് റോഡിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ റിട്ടേൺ ജേണി ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മുടെ കല്യാണത്തണ്ട് വ്യൂ പോയിന്റും കാലേരി മൗണ്ടിലൊക്കെ നീലക്കുറിഞ്ഞ് പൂത്തിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങൾ വീണ്ടും കാണാം. താങ്ക് യു.